ഗേസ് അങ്ങനെ കൊടുത്തുവിടാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തുവിടെ മേശപ്പുറത്ത് വെച്ച് ഇനിയിപ്പം അതെല്ലാം പാക്ക് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ പിടിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇത് ഈ മോതിരം എൻ്റെ താത്ത മോൾക്ക് മോളിപ്രാവശ്യം 10ലായിരുന്നു. അപ്പം 10ാം ക്ലാസ്സിൽ ഫുള്ള് A+ ഉണ്ടായിരുന്നു മോക്കെ. അപ്പോൾ താത്ത തന്നതാണ്. താത്തനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ 2 വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ വെള്ളിയാഴ്ചത്തെ കസ്റ്റമർ താത്ത. അപ്പം താത്ത തന്നെയാണ് മോൾക്ക് കൊടുക്കാനായിട്ട്. അന്ന് ആരും നാട്ടിൽ പോയില്ലായിരുന്നു, കൊടുത്തും വിട്ടില്ല. ഞാൻ വിചാരിച്ച് ഞാൻ പോകുമ്പം കൊണ്ടുപോകാമെന്ന്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഒരു ഫാമിലീസ് വന്നല്ലോ, അപ്പം അവരെ കൊടുത്തുള്ളൂ. അപ്പം ഞാൻ ഒരു കുഞ്ഞൊരു കമ്മൽ കാണുന്നില്ലേ, ആ കമ്മൽ ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ മോൾക്കത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ മോൾക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ വളയെന്ന് വെച്ചാൽ അത് ഗോൾഡല്ല. അമ്മ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു ഇവിടുത്തെ വള വേണമെന്ന്. മക്കളെ എനിക്ക് വള കൊടുത്തു വിടണേ മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വാങ്ങിയാണ്. അപ്പോൾ അതിൽ അമ്മ ഇപ്പം അത്ര ഇടത്തില്ല, ഒരു വള അമ്മ ഇടത്തുള്ളൂ. അതിൽ ബാക്കി ഒരെണ്ണം അമ്മാവിയമ്മയ്ക്ക് കൊടുക്കും, ഒരെണ്ണം വല്യമ്മയുണ്ട്, വല്യമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെ അത് അവർക്ക് വാങ്ങി. പിന്നെ ഗോൾഡ് എന്തായാലും നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില വെച്ചായാലും. അല്ലെങ്കിൽ ഇപ്പം ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥയല്ല, എന്നേലും വാങ്ങിക്കൊടുക്കും, ആഗ്രഹമല്ലേ അമ്മമാരെ. അപ്പോൾ പിന്നെ 4 ഡയറി മിൽക്ക് വാങ്ങി. ഡയറി മിൽക്ക്, സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ പുത്രനോട് കഴിഞ്ഞതിന് ഞാൻ കൊടുത്തു വിട്ടപ്പോൾ എൻ്റെ പുത്ര ഇതിൽ നിന്ന് എല്ലാത്തിന്നും മുട്ടായി കൊടുത്തുവിട്ട് എല്ലാത്തിന്നും അവൻ പൊട്ടിച്ച് കഴിച്ച്. അപ്പോൾ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കൊക്കെ കൊടുക്കണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതായിരുന്നു. പിന്നെ അടുത്തുള്ള കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കണമെന്ന്. അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത്. ഇതേപോലെയുള്ള പാക്കറ്റ് മുട്ടായി ഇല്ല, അവൻ എന്ത് ചെയ്ത് ആദ്യമേ പൊട്ടിച്ചാൻ കഴിച്ച്. അവനും കൊച്ചല്ലേ, അവന്. അപ്പോഴേ ഞാൻ ഇപ്പം പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കണേ മക്കളെ എന്ന് പറഞ്ഞു. അപ്പം ഇവർ കൊടുത്തുവിടുന്നതുകൊണ്ട് നമുക്കങ്ങനെ തോനെ കൊടുത്തുവിടാൻ പറ്റത്തില്ല. അവർക്കും വീട്ടിലെ സാധനങ്ങളും പിന്നെ കൂടെ ഒരു പൊടി കുഞ്ഞുണ്ട്. അപ്പം കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടല്ലേ. അപ്പം വിളിച്ചപ്പോഴേ പയ്യൻ എന്നോട് പറഞ്ഞായിരുന്നു ഒരു 3 കിലോ സാധനമേ കാണാവുള്ളേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുട്ടായി മാത്രമേ വാങ്ങിയുള്ളായിരുന്നു. മുട്ടായി ഇതൊക്കെ ഞാൻ തൂക്കി വാങ്ങിച്ചതാണ് സഫാരി പോയപ്പം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലിൽത്തണ്ണ എന്നോട് ചോദിച്ച് ഈത്തപ്പഴം വാങ്ങിയില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് പറഞ്ഞതല്ലേ നമ്മൾ. അങ്ങനെയാണ് ഇന്നലെ നമ്മൾ ഗ്രാൻഡിൽ പോയി, ഞാനും രശ്മിയും കൂടെ ഗ്രാൻഡിൽ പോയി. പിന്നെ ഈത്തപ്പഴം വാങ്ങിക്കൊണ്ടു വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അയക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ ചെല്ലുമ്പോഴത്തേന് നാട്ടിലെല്ലാവർക്കും ഒരു സന്തോഷമില്ലേ. നമുക്ക് നാട്ടിൽ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടല്ല, എന്നാലും ഇവിടെ നിന്ന് പോകുമ്പോൾ കൊടുത്തു വിടുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. അങ്ങനെ ഇതെല്ലാം വാങ്ങി ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഓക്കെ ഗൈസ്.